അനന്തൻ്റെ സഹോദരിയാണോ? വീണ്ടും അവൻ്റെ കടുപ്പമേറിയ ചോദ്യം. തന്നോട് ഞാൻ ചോദിച്ചില്ലേ താൻ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന്? ഇപ്പോഴും അവളോട് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം ഗൗരവത്തിൽ തന്നെ. ഇളം കാറ്റിൽ അവൻ്റെ നെറ്റിയിലേക്ക് പതിച്ചിരിക്കുന്ന ചെറുമുടിയിഴകൾ പറക്കുന്നു. ക്ലീൻ ഷേവ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഗൗരവം വ്യക്തമായി കാണാൻ കഴിയും. അവൻ്റെ മുഖത്ത് വന്നു പോകുന്ന ഭാവങ്ങൾ അവൾ നിരീക്ഷിച്ചു. ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? വീണ്ടും തന്നോട് അതേ ചോദ്യം ആവർത്തിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് വീണ്ടും മുൻപേ കൊടുത്ത ഉത്തരം തന്നെ അവൾ കൊടുത്തു. താൻ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെയും. സോറിഡി, നിന്നെ ഇവിടെ ആക്കി പോകുന്നത് എനിക്ക് ഓർമ്മയില്ല. വാ, മിത്രേച്ചി കാത്തു നിൽപ്പുണ്ട്. മുകളിലേക്ക് ഓടി വന്നവൾ കിതപ്പോടെ വിഘ്നേഷും കല്യാണിയും നിൽക്കുന്നിടത്തേക്ക് വന്ന് കല്യാണിയെയും പിടിച്ച് മുന്നേട്ടേക്ക് പോയി. എന്നാൽ വരുണയുടെ പുറകെ കല്യാണി പോകുന്നുണ്ടെങ്കിലും കല്യാണിയുടെ നോട്ടം മുഴുവൻ വിഘ്നേഷിലായിരുന്നു. താൻ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെയും. വീണ്ടും വീണ്ടും അവൻ പറഞ്ഞ വാക്കുകൾ തന്നെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പടികളിറങ്ങി താഴേക്ക് പോകുന്നതുവരെ അവളുടെ നോട്ടം അവനിൽ തന്നെയായിരുന്നു. അവനും അവളെ ഗൗരവത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ഏറെയുള്ളതുപോലെ. സൗദാമിനി അമ്മയോടും വരുണയോടും യാത്ര ചോദിച്ച് രണ്ടുപേരും അവിടെ നിന്നിറങ്ങി ഫ്ലാറ്റിലേക്ക് വന്നു. ഫ്ലാറ്റിലേക്ക് എത്തുമ്പോഴേക്കും അനന്തൻ ഫ്ലാറ്റിലെത്തിയിരുന്നു. അനന്തേട്ടൻ നേരത്തെ എത്തിയോ? ഡോറ് തുറന്നതും സോഫയിൽ ഫോണും നോക്കിയിരിക്കുന്ന അനന്തനെ കണ്ടതും മിത്ര അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ആ, കുറച്ച് സമയമായി. ഒരു കോഫി ഇട്ട് കുടിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് നമ്മുടെ കല്ലുവിൻ്റെ കൂട്ടുകാരി? കയ്യിലെ ഫോൺ ടീപ്പോയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൻ വിശേഷം ചോദിച്ചറിയാനായി വാതിലും കടന്ന് തങ്ങളുടെ മുന്നിലായി നിൽക്കുന്ന കല്യാണിയെയും തൻ്റെ അടുത്തിരിക്കുന്ന മിത്രയെയും നോക്കി. അതേസമയം അകത്തേക്ക് കയറിയവൾ മറ്റു ചിന്തയിലേക്ക് കടന്നിരുന്നു. അനന്തൻ ചോദിച്ചതിനൊന്നും അവൾ കേട്ടതുമില്ല. നല്ല ഫാമിലി. എനിക്ക് അവിടുത്തെ അമ്മയെ നന്നായി ബോധിച്ചു. ഇനി എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ ലേറ്റ് ആയാലും കല്ലുവിനെ വിശ്വസിച്ച് ആ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് വരുണ. ആ കുട്ടി കുറച്ച് മോഡേൺ ആണെങ്കിലും നല്ല പക്വതയുള്ളവളാണ്. അതുകൊണ്ട് കല്യാണിയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. വാതോരാതെ ആ കുടുംബത്തെക്കുറിച്ച് മിത്ര അനന്തന് പറഞ്ഞു കൊടുക്കുമ്പോൾ അനന്തൻ്റെ മുഖവും തെളിഞ്ഞിരുന്നു. ഈ നഗരത്തിൽ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കല്ലുവിനെ ഫ്ലാറ്റിൽ തനിച്ച് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്തു ചെയ്യുമെന്നോർത്ത് അനന്തന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ മിത്ര മാർഗം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരാളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ മിത്ര തുറന്നു പറയില്ലെന്ന് അനന്തന് അറിയാവുന്നതുകൊണ്ട് തന്നെ സൗദാമിനി അമ്മയും വരുണയും എത്രമാത്രം മിത്രയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അനന്തൻ മനസ്സിലാക്കി. താൻ എന്താടോ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? മിത്രയും താനും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതെ അകത്തേക്ക് കയറിയവർ അതേപടി നിൽക്കുന്നത് കണ്ട് സംശയത്തോടെ അനന്തൻ കല്ലുവിനെ നോക്കി. കല്ലു? അനന്തൻ ചോദിച്ചിട്ടും ഇപ്പോഴും പ്രതികരണമൊന്നുമില്ലാത്തവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് മിത്ര ഉറക്ക വിളിച്ചതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് രണ്ടുപേരെയും നോക്കി. എന്താ എന്താ അവൾ പിടച്ചിലോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. കുന്തം? നീ ഇത് ഏത് ലോകത്താ? എന്താ മിത്രേച്ചി? മിത്ര എന്താ ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഞങ്ങളിവിടെ സംസാരിച്ചൊന്നും മോള് കേട്ടില്ലേ? സംശയത്തോടെ മിത്രയെ നോക്കുന്ന കല്ലുവിനോട് സൗമ്യതയിൽ അനന്തൻ ചോദിച്ചു. ഞാൻ അത് പിന്നെ അവർക്ക് കൊടുക്കാൻ അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയും? തൻ്റെ മനസ്സിൽ മുഴുവൻ സാർ അവസാനമായി തൻ്റെ നേർക്ക് എഴുതിയ ചോദ്യം മാത്രമാണെന്ന് അവൾ പരുങ്ങലോടെ രണ്ടുപേരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. നീ പോയി ഫ്രഷായി വാ, നമുക്ക് ടൗൺ വരെ ഒന്ന് പോകണം. രാത്രിയിലോ? ആ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി മിത്ര ടൗണിൽ പോകേണ്ട കാര്യം പറഞ്ഞതും കണ്ണും മിഴിച്ചുകൊണ്ട് കല്യാണി മിത്രയെ നോക്കി. ആ പെണ്ണെ, നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. നാളെ ആർക്കും പോകണ്ടല്ലോ. ലേറ്റായി വന്നാലും പ്രശ്നമില്ല, മിത്ര ആവേശത്തോടെ പറഞ്ഞെങ്കിലും കല്യാണി ഏട്ടനെ നോക്കി. മോൾ റെഡിയെ വാ, ഞങ്ങളും ഫ്രഷ് ആവട്ടെ. അനന്തനും പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി. ഇവൾക്കിത് എന്തു പറ്റി? റൂമിലേക്ക് കയറിയവൾ വാതിലടച്ചതും അനന്തൻ സംശയത്തോടെ മിത്രയെ നോക്കി. അറിയില്ല. നല്ല ആവേശത്തോടെയായിരുന്നു വരുണയോടൊപ്പം മുകളിലേക്ക് പോയത്. താഴേക്ക് കല്ലു ഇറങ്ങി വന്നതും പിന്നെ മൗനമായിരുന്നു. പൊതുവെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് എടുത്തതുമില്ല. വരുണയുടെ വീട്ടിൽ നിന്നും വരുമ്പോഴേ മിത്രയും കല്യാണിയുടെ മാറ്റം ശ്രദ്ധിച്ചതാണ്. കൂടെ നടന്നു വരുന്നുണ്ടെങ്കിലും അവൾ മറ്റേതോ ലോകത്താണെന്ന് മിത്രയ്ക്കും സംശയം തോന്നിയിരുന്നു. വാ, റെഡിയായി വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് പറയാതിരിക്കില്ലല്ലോ. സ്വയം ആശ്വസിക്കാൻ എന്നോണം അനന്തൻ പറയുന്നതോടൊപ്പം മിത്രയെ നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. മിത്രയും അങ്ങനെ തന്നെ ചിന്തിക്കാനായിരുന്നു ആഗ്രഹിച്ചത്.
റൂമിലേക്ക് കയറിയവൾ വാതിലടച്ച് വാതിലിനോരം ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ചിന്തയിലേക്ക് കടന്നിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ വിഘ്നേഷ് ചോദിച്ച അതേ ചോദ്യം തന്നെയായിരുന്നു. ഞാൻ തന്നെയും കണ്ടിട്ടുണ്ട്, താൻ എന്നെയും കണ്ടിട്ടുണ്ട്. അതെ, താൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് ആ മുഖം ഓർത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ. തന്നെയും തൻ്റെ ഏട്ടനെയും സാറിന് എങ്ങനെ അറിയാം? തന്നോട് ചോദിക്കുമ്പോൾ സാറിൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നല്ലോ. വീണ്ടും അവളുടെ മനസ്സും അതുതന്നെ മന്ത്രിച്ചു. താൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ വെച്ച്. ഏട്ടനോട് ചോദിച്ചാലോ? വേണ്ട, സാറിനോട് നേരിട്ട് ചോദിച്ചതിന് ശേഷം ഏട്ടനോട് കാര്യങ്ങൾ പറയാം. വെറുതെ ഏട്ടൻ്റെ മനസ്സ് ഞാൻ കാരണം ഇനിയും വേദനിക്കേണ്ടല്ലോ. ഓരോന്ന് ആലോചിച്ചവൾ അവിടെ തന്നെ കുറേ നേരം സമയം ചെലവഴിച്ചതിന് ശേഷമായിരുന്നു ഫ്രഷ് ആകാൻ വേണ്ടി പോയത്. ടൗണിലൂടെയുള്ള രാത്രിയാത്ര കല്യാണിക്ക് പുതുമയുള്ളതായിരുന്നു. ആ നാട്ടുംപുറം വിട്ട് പെണ്ണ് എവിടെയും പോയിട്ടില്ല, അതും രാത്രിയിൽ. 1-2 തവണ ഏട്ടൻ ബീച്ചിൽ കൊണ്ടുപോയെങ്കിലും 7 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു രണ്ടാളും. അല്ലെങ്കിൽ അമ്മയുടെ വായിലുള്ളത് മുഴുവൻ ഏട്ടൻ കേൾക്കേണ്ടി വരുമെന്ന് കരുതി അവൾ തന്നെ ഏട്ടനെ വലിച്ചഴിച്ച് കൊണ്ടുവരാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ 9 മണിക്ക് ശേഷമുള്ള യാത്ര അവൾക്ക് പുതുമയുള്ളത് തന്നെയായിരുന്നു. ഉള്ള യാത്ര ആസ്വദിച്ചു കൊണ്ടിരുന്നവൾ വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കാറ് വന്നു നിന്ന് നോക്കിയപ്പോഴാണ് മുന്നിലിരിക്കുന്ന ഏട്ടനെയും ഏട്ടത്തെയും നോക്കിയത്. കല്ലു, ഇറങ്ങ. സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനിടെ അനന്തൻ പറഞ്ഞതും കല്യാണിയൊന്ന് മൂളിക്കൊണ്ട് ഡോറും തുറന്ന് പുറത്തേക്കിറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മിത്രയും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അനന്തനും ഇറങ്ങി. അപ്പോഴും കല്യാണിയുടെ നോട്ടം ആ റെസ്റ്റോറൻറ്റിലായിരുന്നു. വലിയൊരു ബിൽഡിങ്. അലങ്കാര ബൾബുകളാൽ ആ ഹോട്ടൽ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. മുന്നിലായി ചിക്കൻ കൊണ്ടുള്ള എന്തൊക്കെയോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതും അവൾ ശ്രദ്ധിച്ചു. വാ കല്ലു. ഓരോ കാഴ്ചയിലേക്ക് കടന്നവളെ മിത്ര വിളിച്ചതും മിത്രയുടെയും പുറകെയായി അവൾ നടന്നു. ഓരോ കാഴ്ചകൾ, ഓരോ അനുഭവങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ എല്ലാം പെണ്ണിന് പുതുമയുള്ളത് തന്നെ. അവൾ അതൊക്കെ ആസ്വദിക്കുന്നുമുണ്ട്. നീറിപ്പുകഞ്ഞ തൻ്റെ ജീവിതത്തിന് ശേഷം പുതിയൊരു ജീവിതം കിട്ടിയതുപോലെ. രാത്രി ഏറെ വൈകിയായിരുന്നു 3 പേരും ഫ്ലാറ്റിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കമെഴുന്നേൽക്കാൻ ഒരുപാട് വൈകിയിരുന്നു. മിത്രയും അനന്തനും എഴുന്നേറ്റ് രാവിലത്തേതും ഉള്ളതും ഉച്ചയ്ക്കുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചു. കല്ലു എഴുന്നേറ്റ് വരുമ്പോഴേക്കും 8 മണി കഴിഞ്ഞിരുന്നു. കല്യാണി ഫ്രഷായി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് അനന്തൻ ഡ്രസ്സ് മാറി എവിടെയോ പോകാനായി റെഡിയായി നിൽക്കുന്നതാണ്. ഇന്ന് എവിടെയും പോകണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എവിടേക്കാ? മാറി നിന്ന് കയ്യിൽ വാച്ച് കെട്ടുന്നതിൻ്റെ അടുത്തേക്ക് ചോദ്യത്തോടെ കല്യാണി വന്നു. ആ സമയമാണ് അവനും അവളെ ശ്രദ്ധിക്കുന്നത്. ആ, മോള് വന്നോ? വാച്ച് കെട്ടിക്കൊണ്ടവൻ കല്ലുവിൻ്റെ അടുത്തേക്ക് വന്നു. എവിടെയായിട്ടാ പോകുന്നത്? അവൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അതേസമയം തന്നെയായിരുന്നു റെഡിയായി മിത്രയും റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. രണ്ടാളും എവിടെ പോവാ? കല്ലുവിന് സംശയമായി. രാത്രിയിലൊന്നും എവിടെയും പോകുന്ന കാര്യം പറഞ്ഞതുമില്ലല്ലോ എന്നും അവൾ ഓർത്തു. ദേ, മിത്രയുടെ അച്ഛന് വയ്യെന്ന്, ഞങ്ങൾ പെട്ടെന്ന് പോയി വരാം. ഇപ്പം കോള് വന്നതേ ഉള്ളൂ. നീ ഉറങ്ങുകയാണെന്ന് കരുതിയാണ് വിളിക്കാതിരുന്നത്. ഏട്ടാ, അപ്പം ഞാൻ? 2 പേരും പോയി കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിൽ തനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഓർക്കുമ്പോഴേ പെണ്ണിന് ഭയമായി. മോള് പേടിക്കേണ്ട, വരുണ വരും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ദേ, രാവിലേക്കുള്ളത് ഉച്ചത്തേക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ 2 പേരും എത്തും. അവളുടെ മുഖത്തെ മാറ്റം എന്തിനാണെന്ന് മനസ്സിലാക്കിയ മിത്ര ചെറുപുഞ്ചിരിയോടെ വേഗം പറഞ്ഞു. വരുണ വരുവോ? എന്ന് സാരമില്ല, നിങ്ങൾ 2 പേരും പോയി വാ. ആദ്യം ഒന്ന് ഭയന്നവൾക്ക് വരുണ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആശ്വാസമായി. പിന്നെ മോളെ കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ്. അവസ്ഥ അറിയുന്നതല്ലേ മോക്ക്. കല്യാണിയെ അവിടെ തനിച്ച് നിർത്തിപ്പോകുന്നതിൽ മിത്രയ്ക്കും അനന്തനും നല്ല സങ്കടമുണ്ട്. എന്നാൽ കല്യാണിയും കൊണ്ട് നാട്ടിലേക്ക് പോയാൽ വരാൻ പോകുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് 2 പേർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരുന്നു കല്യാണിയെ മനഃപൂർവ്വം 2 പേരും നാട്ടിലേക്ക് കൂട്ടാഞ്ഞത്. കല്യാണിയുടെ കൈകൾ പിടിച്ച് മിത്ര പറയുമ്പോൾ കല്യാണി ചെറുപുഞ്ചിരിയോടെ മിത്രയെ ആശ്വസിപ്പിച്ചു. എനിക്കറിയാം മിത്രേച്ചി, നിങ്ങൾ പോയിട്ട് വാ. അല്ലെങ്കിലും എനിക്ക് നാട്ടിൽ വരാൻ താല്പര്യമില്ല, എനിക്ക് പേടിയാ. പറയുമ്പോൾ പെണ്ണിൻ്റെ മനസ്സിൻ്റെ വേദന രണ്ടാൾക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ പേടി വംശിയാണെന്നും 2 പേർക്കും അറിയാം. അതുകൊണ്ടുകൂടിയാണ് അവളെ നാട്ടിലേക്ക് അവർ കൊണ്ടുപോകാത്തത്. അല്പസമയം കഴിഞ്ഞതും മിത്ര വിളിച്ചു പറഞ്ഞറിഞ്ഞ് വരുണ ഫ്ലാറ്റിലേക്ക് എത്തിയതും 2 പേരോടും യാത്രയും പറഞ്ഞ് മിത്രയും അനന്തനും ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി. വരുണ കല്യാണിയുടെ കൂടെയുള്ളത് 2 പേർക്കും ആശ്വാസം ഉളവാക്കുന്നതായിരുന്നു. അവർക്കറിയാം തങ്ങൾ ലേറ്റായാലും വരുണെ അവളുടെ കൂടെ കാണുമെന്ന്. പക്ഷേ അവർ ഒരു കാര്യം മാത്രം അറിഞ്ഞില്ല. ഫ്ലാറ്റിൽ തനിച്ചാക്കി പോയവളെ കാണാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന്. ആ യാത്രയിലേക്കാണ് തങ്ങൾ 2 പേരും പോകുന്നതെന്ന്.
അനന്തനും മിത്രയുടെ വീടിന്റെ മുറ്റത്തെത്തുമ്പോൾ കാണുന്നത് ആളുകൾ തിങ്ങി നിറഞ്ഞ വീട്ടുമുറ്റമാണ്. അകത്തുനിന്നും അമ്മയുടെ ഉറക്കെയുള്ള നിലവിളിയും മിത്രയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കാറിൽ നിന്നും ഇറങ്ങി മുറ്റത്തേക്ക് നടക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം കണ്ട് മിത്രയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി. അവൾ അനന്തന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. കോലായിലേക്ക് എത്തിയതും കണ്ണുനീരോടെ ഇരിക്കുന്ന മനുവിനെയും മിത്ര കണ്ടു. അവിടെ ഇവിടെയായി കണ്ണുനീരോടെ ഇരിക്കുന്ന ബന്ധുക്കളും. ഇപ്പോഴും മിത്രയുടെ കൈകൾ അനന്തനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ആരും പറയാതെ തന്നെ മിത്രയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അതിനെന്നോളം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം അനന്തൻ അവളെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. നിലവിളക്കിന് മുന്നിൽ വെള്ളയിൽ പൊതിഞ്ഞു കിടക്കുന്ന അച്ഛൻ. ആ കാഴ്ച കണ്ടതും മിത്ര അനന്തനിൽ നിന്നും അച്ഛൻ്റെ അടുത്തേക്ക് ഒറ്റ കുതിപ്പിലെത്തി പൊട്ടിക്കരഞ്ഞു. മിത്രയെ കണ്ടതും ശാരദയുടെ കരച്ചിൽ കൂടി. അച്ഛന് തീരെ വയ്യെന്ന് മാത്രമേ അനന്തനെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയാണെന്ന് അവർ അറിഞ്ഞതുമില്ല. ശാരദയുടെ അടുത്ത് തന്നെ ഭാനുവമ്മയുണ്ട്. അവർക്ക് പുറകിലായി നിൽക്കുന്ന ജലജയുടെ കണ്ണുകൾ അനന്തന്റെ പുറകിലേക്കാണ്. ആ അമ്മ കല്യാണിയെ പ്രതീക്ഷിക്കുന്നു. അനന്തന്റെ നോട്ടം തന്നിലേക്കാണെന്ന് മനസ്സിലായതും ജലജയും അനന്തനെ നോക്കി. അനന്തൻ കണ്ണുകൾ കൊണ്ട് ഇല്ലെന്ന മട്ടിൽ ജലജയെ നോക്കിയതും ജലജയ്ക്കും മനസ്സിലായി കല്യാണി ഇവരുടെ കൂടെ വന്നിട്ടില്ലെന്ന്. തൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ് തന്നോട് അനന്തൻ പറഞ്ഞതെന്നും. അകത്തുള്ള ബഹളങ്ങൾക്കിടയിൽ നിന്നും അനന്തൻ പുറത്തേക്കിറങ്ങി. അവിടെ ഇരിക്കുന്ന മനുവിൻ്റെ അടുത്തേക്ക് അനന്തനും പോയിരുന്നു. പക്ഷേ മനുവിനോടൊരക്ഷരം പോലും അനന്തൻ മിണ്ടിയില്ല. അല്ലെങ്കിലും തൻ്റെ അനിയത്തിക്ക് വന്ന ഈ ദുരിതങ്ങൾക്കൊക്കെ കാരണം മനുവാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അനന്തൻ. കല്യാണത്തലേന്നല്ലേ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞത്. ആ ഒരു ദേഷ്യം ഇപ്പോഴും മനുവിനോട് അനന്തനുണ്ട്. എന്നാൽ ഇതേ സമയം മുറ്റത്ത് മാവിൻ ചോട്ടിലായി നിൽക്കുന്നവൻ്റെ കണ്ണുകൾ അനന്തനിൽ മാത്രമായിരുന്നു. ആ ഒരുവൾ വരുമെന്ന പ്രതീക്ഷ അവനുമുണ്ടായിരുന്നു. കാർ ഇറങ്ങി വരുന്ന അനന്തനെയും മിത്രയും കണ്ടപ്പോൾ അവനും അവരുടെ പുറകിലേക്ക് നോക്കിയിരുന്നു. എന്നാൽ അവരുടെ കൂടെ അവൾ ഇല്ലെന്ന് മനസ്സിലാക്കി അവൻ്റെ കണ്ണുകളിൽ വീണ്ടും കോപം കത്തി. അനന്തൻ മുറ്റത്തുള്ളവരെയെല്ലാം നോക്കുന്നതിനിടയിലാണ് മാവിൻ ചോട്ടിൽ ഇപ്പോഴും തന്നിലേക്ക് മാത്രം നോട്ടം എഴുതി നിൽക്കുന്ന വംശിയെ കാണുന്നത്. രണ്ടുപേരുടെയും നോട്ടമിടഞ്ഞതും വംശിയുടെ കോപം കത്തുന്ന നോട്ടമായിരുന്നു അനന്തനേറ്റത്. മാസം 1 കഴിയാറായി. തങ്ങൾ ഇവിടെ നിന്നും കല്ലുവിനെയും കൊണ്ട് പോയിട്ട് ഇതുവരെ ഇവൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വംശിയുടെ നോട്ടത്തിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ടെന്ന് അനന്തന് തോന്നി. ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്കും സന്ധ്യ കഴിയാറായിരുന്നു. മിത്ര കരഞ്ഞു തളർന്ന് ആകെ വാടിക്കിടക്കുകയാണ്. അനന്തൻ എല്ലാ ചടങ്ങുകൾക്കും മുന്നിൽ തന്നെ നിന്നു. ഈ സമയം മിത്രയുടെ കുടുംബത്തോട് ഒരു അകൽച്ച കാട്ടുന്നത് നല്ലതല്ലെന്ന് അവനറിയാം. അതുകൊണ്ട് ആർക്കും മുഷിപ്പ് തോന്നാത്ത രീതിയിൽ മനുവിനെ സഹായിച്ച് അനന്തനുമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പോകുമ്പോഴേക്കും ഒരാഴ്ച കഴിയില്ലേ? എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതും ഓരോരുത്തരായി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയി. ഇപ്പോൾ രാത്രി 8 മണിയോടടുക്കുന്നു. ആ സമയമായിരുന്നു മിത്രയുടെ അടുത്തു നിന്നും ഭാനുമ്മ അനന്തൻ്റെ അടുത്തേക്ക് വന്നത്. മോനെ. അവൻ വലിയ താല്പര്യമില്ലായ്മയോടെ അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി ഒന്ന് മൂളി. നീ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടോ അതോ നാളെയോ? ഞാനും ജലജയും വംശയോടെ ഇപ്പോൾ ഇറങ്ങും. ഞാൻ പിന്നെ വന്നോളാം. മിത്രയെ കാണട്ടെ. താല്പര്യമില്ലായ്മയോടെയായിരുന്നു വീണ്ടും അമ്മയ്ക്ക് അനന്തൻ മറുപടി നൽകിയത്. നിങ്ങളുടെ കൂടെ ആ പെണ്ണ് വന്നില്ലേ? ഇഷ്ടമില്ലായ്മയോടെ ഭാനുവമ്മ കല്യാണിയുടെ കാര്യം ചോദിച്ചു. ഭാനുവമ്മയും കല്യാണിയെ ഇവരുടെ കൂടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതേ സമയമായിരുന്നു അനന്തന് കല്യാണിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇവിടുത്തെ കരച്ചിലും ബഹളവും ചടങ്ങുകൾക്കിടയിൽ അനിയത്തിയെ ആ ഏട്ടൻ അല്പസമയത്തേക്കെങ്കിലും മറന്നിരുന്നു. ഭാനുവമ്മ ചോദിച്ചതും അവൻ വേഗം കോലായിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ ഫോണുമെടുത്ത് പുറത്തേക്കിറങ്ങി. ഇതേ സമയം അനന്തനെ മാത്രം നോക്കി നിൽക്കുകയായിരുന്ന വംശി ഭാനുവമ്മയുടെയും അനന്തൻ്റെയും സംസാരം കേട്ടിരുന്നു. കല്യാണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പെടഞ്ഞുകൊണ്ട് വേഗം ഫോണെടുത്ത് പുറത്തേക്ക് പോകുന്നവനെ കണ്ട വംശി അനന്തൻ്റെ പുറകെ അവൻ കാണാതെയുണ്ടായിരുന്നു. തിടുക്കത്തോടെ അനന്തൻ കല്യാണിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. ഒറ്റൊരു റിങ്ങിൽ തന്നെ കല്യാണി ഫോണെടുത്ത് ചെവിയോരം വെച്ചു. ഏട്ടാ, വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8 മണി കഴിഞ്ഞില്ലേ? ഫോൺ എടുത്തതും ഭയത്തോടെയുള്ള കല്ലുവിൻ്റെ സംസാരമായിരുന്നു അനന്തൻ കേട്ടത്. മോളെ, ഇന്ന് ഏട്ടനും ഏട്ടത്തിക്കും വരാൻ കഴിയില്ല. അനന്തൻ്റെ ശബ്ദത്തിലും സങ്കടം നുഴലിച്ചു. വരാൻ കഴിയില്ലെന്നോ? അപ്പോൾ ഏട്ടൻ ഞാൻ? തനിച്ചു നിൽക്കേണ്ട അവസ്ഥയെ ഓർക്കുമ്പോൾ അവൾക്ക് ഭയമാകുന്നു. വരുണ സന്ധ്യയ്ക്ക് ശേഷം തന്നോട് ചോദിക്കുകയുണ്ടായി അവരെന്തേ വരാത്തതെന്ന്. വരുണയുടെ അമ്മ 1-2 പ്രാവശ്യം വിളിച്ചതും കല്യാണി ചിന്തിക്കുകയായിരുന്നു. മോളെ, മിത്രയുടെ അച്ഛൻ മരിച്ചു.
ഇനി ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്കും ഒരാഴ്ച കഴിയും. ഏട്ടൻ വരട്ടെ മോളെ കൂട്ടാൻ. തൻ്റെ അനിയത്തിയുടെ മനസ്സ് എത്രമാത്രം ഉരുകുന്നുണ്ടാകുമെന്ന് ആ ഏട്ടനറിയാം. തനിച്ചു നിൽക്കാൻ ഒരിക്കലും കല്ലു ആഗ്രഹിക്കില്ല. കൂടെ ആളുണ്ടാകുമ്പോൾ പോലും ഭയത്തോടെ നിൽക്കുന്നവളാണ്. അങ്ങനെയുള്ളവൾ തനിച്ചൊരിക്കലും നിൽക്കില്ല എന്ന് അനന്തൻ മനസ്സിലാക്കുന്നു. ഞാൻ ഞാൻ വരില്ല ഏട്ടാ, ഞാൻ ആ നാട്ടിലേക്കില്ല. അവൾക്കൊന്നും മറുത്തു ചിന്തിക്കേണ്ടി വന്നില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? നീ തനിച്ച് എങ്ങനെയാ അവിടെ? തൻ്റെ അനിയത്തിയുടെ പ്രതികരണത്തിൽ ആ ഏട്ടന് വലിയ അതിശയമൊന്നും തോന്നിയില്ല. അത്രമാത്രം തൻ്റെ അനിയത്തി എവിടെ നിന്നും അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ ഏട്ടനറിയാം. ഞാനിവിടെ തനിച്ച് നിന്നോളാം. ആ നാട്ടിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ തനിച്ച് നിൽക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഭയമുണ്ട്, പക്ഷെ ആ നാട്ടിൽ പോയാൽ വംശിയേട്ടനെ കാണുമ്പോഴുള്ള ഭയത്തിൻ്റെ അത്രയും ഉണ്ടാകില്ല. വീണ്ടും അയാൾ തന്നെ കീഴ്പ്പെടുത്തിയാൽ ആ വേദനയേറിയ നിമിഷങ്ങൾ ഓർക്കുമ്പോഴേ കല്യാണിയുടെ മനസ്സ് പിടയുന്നു. അങ്ങനെ പറയലട മക്കളെ, ഞാൻ രാവിലെ വരാം. ആ ഏട്ടൻ ധർമ്മസങ്കടത്തിലായി. ഏട്ടൻ വന്നോളൂ, പക്ഷെ ഞാൻ ആ നാട്ടിലേക്ക് ഏട്ടൻ്റെ കൂടെ വരില്ല. കല്ലുവിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അല്പനേരം അനന്തൻ ഒന്നും മിണ്ടാതെ ചെവിയോരം ഫോൺ വെച്ച് നിന്നു. മറുപുറകിലുള്ളവളുടെ നിശ്വാസം ആ ഏട്ടന് കേൾക്കാം. ഇതേ സമയം തൻ്റെ പുറകിൽ നിന്നും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്ന വംശിയെ അനന്തൻ കാണുന്നുണ്ടായിരുന്നില്ല. മോളെ, നീ കുറച്ചു ദിവസം വർണ്ണയുടെ കൂടെ നിൽക്കുവോ? കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരു ഉപായം എന്ന പോലെ അനന്തൻ കല്ലുവിനോട് ചോദിച്ചു. ഏട്ടാ വേണ്ട, ഞാനിവിടെ തനിച്ച് നിന്നോളാം. കല്ലു അനന്തനോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും വരുണ കല്ലുവിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു. ഹലോ ഹലോ എന്തൊക്കെയോ ശബ്ദം കേട്ടുകൊണ്ട് അനന്തൻ വിളിച്ചുകൊണ്ടേയിരുന്നു. ആ അനന്തേട്ടാ, വരുണയാ. അവൾ കല്ലുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അനന്തനോട് സംസാരിച്ചു. മോളെ, കുറച്ച് ദിവസം അനന്തേട്ടൻ പേടിക്കണ്ട, എൻ്റെ കൂടെ കല്യാണി ഉണ്ടാവും. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സമാധാനമായി രണ്ടുപേരും വന്നാൽ മതി. അതുവരെ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം കല്യാണി ഉണ്ടാവും. അനന്തന് ആശ്വാസമേകുന്ന വാക്കുകളായിരുന്നു വരുണയിൽ നിന്നും ഉണ്ടായത്. അത്രയും നേരം കല്യാണിയുടെയും അനന്തൻ്റെയും സംസാരം കേട്ടു നിൽക്കുകയായിരുന്നു വരുണ. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് വരുണയ്ക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അവൾക്ക് സംശയം തോന്നി. എന്തുകൊണ്ട് കല്യാണി ആ നാട്ടിലേക്ക് പോകാൻ മടിക്കുന്നു? ഇപ്പോൾ ചോദിക്കുന്നത് അനുയോജ്യമല്ലെന്ന് കണ്ടവൾ ഏട്ടനോട് വീണ്ടും വീണ്ടും എതിർത്തു പറയുന്ന കല്യാണിയിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കുകയായിരുന്നു. ഇതേ സമയം വരുണയുടെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ കല്യാണിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. എന്തെന്നാൽ നാട്ടിൽ വംശിയെങ്കിൽ വരുണയുടെ വീട്ടിൽ അവളുടെ ഏട്ടൻ. കഴിഞ്ഞ ദിവസം തന്നോട് സംസാരിച്ച രീതി കല്യാണിയുടെ മനസ്സിലേക്ക് വരുമ്പോഴേ അവളുടെ ഹൃദയം ഇടിക്കുന്നു. വരുണയും ഏട്ടനും മറ്റെന്തൊക്കെയോ സംസാരിക്കുന്നത് അവൾ കാണുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് വരുണയുടെ വീട്ടിലേക്ക് എങ്ങനെ പോകാതിരിക്കാം എന്നതിൽ മാത്രമായിരുന്നു. അനന്തേട്ടന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് വരുണ കല്ലുവിന് നേരെ ഫോൺ നീട്ടിയതും അവൾ വരുണയെ ഒന്ന് നോക്കിക്കൊണ്ട് ഫോൺ വാങ്ങി ചെവിയോരം വെച്ചു. ഏട്ടാ, പതിഞ്ഞ അവളുടെ ശബ്ദം. പേടിക്കണ്ട, വരുണയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരാഴ്ച നീ വരുണയുടെ കൂടെ നിൽക്കണം. അതിന് ഏട്ടൻ വരാൻ പറ്റുമെങ്കിൽ മോളെ കാണാൻ വരാം. മോൾക്ക് നാട്ടിൽ വരാൻ താല്പര്യമില്ലെന്ന് ഏട്ടനും അറിയാം. ശരി മോളെ, എന്തെങ്കിലും കൊണ്ട് വിളിക്കാം. എന്നെ അകത്തൊന്നും വിളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഫ്ലാറ്റ് പൂട്ടി നിങ്ങൾ വരുണയുടെ വീട്ടിലേക്ക് പൊക്കോ. അത്രയും പറഞ്ഞ് അനന്തൻ ഫോൺ കട്ടാക്കിയതും ഏട്ടനോട് എന്തോ പറയാനായി തുനിഞ്ഞവൾ മറുപുറത്തു നിന്നും ബീപ് ശബ്ദമാണ് കേട്ടത്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ചെവിയിൽ നിന്നും ഫോൺ എടുത്ത് ആലോചനയോടെ നിന്നു കല്യാണി. ഫോണും കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോയവനെ വംശി നോക്കി നിന്നു. അവനിപ്പോൾ ഉറപ്പായി കല്യാണി ഇവിടേക്ക് തിരിച്ചു വരില്ലെന്ന്. അപ്പോൾ താൻ അവിടേക്ക് പോകുന്നതാണ് നല്ലതെന്നും വംശിക്ക് തോന്നി. അങ്ങനെ തന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയിട്ട് അവൾ എവിടെയും പോയി ജീവിക്കണ്ടെന്ന് അവനും കരുതി. ഒരു തരത്തിൽ അനന്തനില്ലാത്ത സമയത്ത് തന്നെ അവളുടെ അടുത്തേക്ക് എത്തുന്നതാണ് ബുദ്ധിയെന്ന് വംശി തീരുമാനിച്ചു. അതിനെന്ന പോലെ അവൻ്റെ കണ്ണുകളും ചുരുങ്ങി. ഒപ്പം കൂർമ്മതയുടെ അകത്ത് അമ്മയോടും വല്യമ്മയോടും സംസാരിക്കുന്ന അനന്തനെ വംശി പ്രതികാര ഭാവത്തോടെ നോക്കി. ഒരു ബാഗിലേക്കായി കല്യാണിക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സുകൾ അവളുടെ കബോർഡിൽ നിന്നും എടുത്തു വെക്കുകയാണ് വരുണ. കല്യാണിക്ക് അലസത ഭാവമാണ്. വരുണയുടെ വീട്ടിലേക്ക് പോകാൻ കല്യാണിക്ക് തീരെ താല്പര്യമില്ല. പോകാം. അത്യാവശ്യം കല്യാണിക്ക് വേണ്ടുന്നതൊക്കെ എടുത്തു വെച്ചതും കല്യാണിയെ നോക്കി വരുണയെ ആവേശത്തോടെ പറഞ്ഞു. ഞാൻ വരണോ? അവൾ ഒരിക്കൽ കൂടി വരുണയെ നോക്കി ചോദിച്ചു. ദേ പെണ്ണെ, വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഇവിടെ തനിച്ച് നിൽക്കേണ്ടി വരും. 1-2 പ്രാവശ്യം കല്യാണി ഇതേ ചോദ്യം ആവർത്തിച്ചതും വരുണയ്ക്ക് ദേഷ്യം തോന്നി. ഞാൻ വരാം. വരുണയുടെ ദേഷ്യം കണ്ടതും പെണ്ണൊന്ന് ഞെട്ടിപ്പോയി. ഒപ്പം ബെഡിൽ നിന്നും കല്യാണി എഴുന്നേറ്റു. വാ. ബെഡിൽ നിന്നും ബാഗ് എടുത്തുകൊണ്ട് വരുണ പറഞ്ഞതും കല്യാണി വരുണയുടെ കയ്യിൽ നിന്നും തൻ്റെ ബാഗ് വാങ്ങാൻ നോക്കി.
വേണ്ട, ഞാൻ എടുത്തോളാം. നീ വാതിൽ ലോക്ക് ചെയ്യാൻ നോക്ക്. ബാഗ് വാങ്ങിക്കാൻ തുനിഞ്ഞവളെ തടഞ്ഞുകൊണ്ട് വരുണ പറഞ്ഞതും കല്യാണി തലയാട്ടിക്കൊണ്ട് ലോക്ക് ചെയ്യാൻ പോയി. എല്ലാ ഡോറും ലോക്ക് ചെയ്ത് ഹാളിലേക്ക് വരുമ്പോഴേക്കും വരുണയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരിക്കൽ കൂടി ഫ്ലാറ്റ് മുഴുവൻ നോക്കിക്കൊണ്ട് കല്യാണി ഡോർ ലോക്ക് ചെയ്ത് വരുണയോടൊപ്പം താഴേക്ക് നടന്നു. സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും റോഡിലേക്ക് ഇറങ്ങി. കഷ്ടിച്ച് 5 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് വരുണയുടെ വീടെത്തും. വരുണയുടെ വീടെത്താറായതും കല്യാണിക്കും വല്ലാത്ത പരിഭ്രമമായി. ഒരാഴ്ച എങ്ങനെ വരുണയുടെ കൂടെ നിൽക്കും? വരുണയുടെ അമ്മയ്ക്കും ഏട്ടനും ഇഷ്ടമാകുമോ താൻ അവിടെ നിൽക്കുന്നത്? വരുണയുടെ ഏട്ടന് എങ്ങനെയായിരിക്കും ഞാൻ എന്നെയും അനന്തേട്ടനെയും അറിയുക? ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ അവളുടെ തലയിൽ പുകഞ്ഞു നിന്നു. ഗേറ്റും തുറന്ന് വീടിനകത്തേക്ക് 2 പേര് കയറിയതും 2 പേരെയും കാത്തുന്ന പോലെ സൗദാമിനിയമ്മ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ഗേറ്റും തുറന്ന് വരുന്നവരെ കണ്ടതും സൗദാമിനിയമ്മ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. വാ മോളെ. കല്യാണിയെ കണ്ടതും സൗദാമിനിയമ്മ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. വേണി വിളിച്ചപ്പോൾ പറഞ്ഞു, മോൾ ഒരാഴ്ച ഇനി ഇവിടെ ഉണ്ടാവുമെന്ന്. എനിക്ക് സന്തോഷമായി. വാ, അകത്തേക്ക് വാ. തന്നെ നോക്കി പതിഞ്ഞ രീതിയിൽ പുഞ്ചിരിക്കുന്ന കല്യാണിയെയും കൂട്ടി സൗദാമിനിയമ്മ അകത്തേക്ക് നടന്നു. പുറകിലെ കല്യാണിയും ബാഗുമായി വരുണയും. നേരെ ഒരുപാടായില്ലേ, നിങ്ങൾ ഫ്രഷായി വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. അമ്മ പറഞ്ഞതും 2 പേരും സ്റ്റെപ്പുകൾ കയറാൻ പോയപ്പോഴായിരുന്നു വരുണ തിരിഞ്ഞു നോക്കി അമ്മയെ വിളിച്ചത്. അമ്മേ. അടുക്കളയിലേക്ക് പോകാൻ തുനിഞ്ഞ സൗദാമിനിയും അവളെ തിരിഞ്ഞു നോക്കി. ഏട്ടനോട് പറഞ്ഞിരുന്നോ? ഇല്ല, അവൻ എത്തിയില്ല, വരുമ്പോൾ പറയാം. വരുണയ്ക്ക് മറുപടി നൽകുന്നതോടൊപ്പം കല്യാണിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സൗദാമിനിയമ്മ അടുക്കളയിലേക്ക് പോയി. സാറ് സമ്മതിക്കുമോ? സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നടക്കുന്നതിനിടയിൽ കല്യാണി തൻ്റെ സംശയം വരുണയോട് ചോദിച്ചു. എന്ത് സമ്മതിക്കാൻ? കല്യാണി ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായില്ല വരുണയ്ക്ക്. ഞാനിവിടെ താമസിക്കുന്നത്. ഓ, അതാണോ? ഏയ്, ഏട്ടന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മുൻപും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. കല്യാണിയോട് പറയുന്നതിനോടൊപ്പം മുകളിലെ റൂമിലേക്ക് വരുണ കയറുകയും ചെയ്തു. പുറകെ കല്യാണിയും. നീ വേഗം ഇവിടുന്ന് ഫ്രഷ് ആയിക്കോ, ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി ഫ്രഷായി വരാം. നല്ല വിശപ്പുണ്ട്. കയ്യിലുള്ള ബാഗ് കബോർഡിനടുത്ത് വെച്ചുകൊണ്ട് കല്യാണിക്ക് നേരെ തിരിഞ്ഞ് വരുണ പറയുന്നതിനോടൊപ്പം തനിക്ക് മാറേണ്ട ഡ്രസ്സും കബോർഡിൽ നിന്നും വരുണ എടുത്തു. എനിക്ക് വിശപ്പില്ല, ഒന്ന് കടന്നാൽ മതി. വിശപ്പില്ലാതിരിക്കാൻ നീ എന്താ കഴിച്ചത്? ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുമ്പോൾ നീയും കഴിച്ചതല്ലേ ഉള്ളൂ. ഇത് പെണ്ണെ, നിൻ്റെ ഏട്ടൻ എന്നെ ഏൽപ്പിച്ചതാ. അപ്പോൾ അവർ വരുമ്പോൾ നിന്നെ ഇതേപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ട് പൊന്നുമോള് വേഗം കുളിച്ച് ഫ്രഷായി നിൽക്കുക, ഞാൻ വേഗം വരാം. കല്യാണിയുടെ കവിളിൽ മെല്ലി ഒന്ന് പിച്ചിക്കൊണ്ട് പറയുന്നതിനോടൊപ്പം വരുണ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. വരുണ പോയി കഴിഞ്ഞതും കബോർഡിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന തൻ്റെ ബാഗിൽ നിന്നും കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്കും പോയി.